നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെങ്ത്, പേജ് ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് പെൻഡക്കിൾസ്, ദ ഹെയറോഫന്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ഹെർമിറ്റ്, എയ്റ്റ് ഓഫ് വൺസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ ദ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡ് തൻ്റെ കയ്യിലെ വിളക്കുമായി ഇരുട്ടിൽ മാറി നിൽക്കുന്ന ആളാണ്. ഈ റീഡിങ്ങിൽ നിങ്ങളെ നിരീക്ഷിക്കുന്ന വ്യക്തി പരസ്യമായി മുന്നോട്ട് വരാൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ഒരാളാണ്. അവർ ദൂരെ മാറി നിന്ന് ആരും കാണാതെ വളരെ നിശബ്ദമായി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞോ ആകാം. നിങ്ങളെ നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അവർ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുമായി വീണ്ടും സംസാരിക്കണോ വേണ്ടയോ എന്ന് സ്വന്തം മനസ്സിൽ വലിയൊരു ആത്മപരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് അവരിപ്പോൾ. പെട്ടെന്ന് വന്ന് സംസാരിക്കുന്ന സ്വഭാവമല്ല ഈ വ്യക്തിയുടേത്. വളരെ ആലോചിച്ചും പക്വതയോടെയും മാത്രമേ ഇവർ തീരുമാനങ്ങൾ എടുക്കൂ. നിങ്ങളിലേക്ക് അടുത്തു വരുന്നതിന് മുൻപ് അതിനുള്ള ശരിയായ സമയമാണോ ഇതെന്നും താൻ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്നും ഇവർ ദൂരെ മാറി നിന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. നിങ്ങളെ നിരീക്ഷിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ ഒരു ഹെർമിറ്റ് മോഡിലാണ്. അവർ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുകയാണ് അവർ. എന്നാൽ അവരുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലാണ്. ദ ഹെയറോഫാന്റ് കാർഡ് പറയുന്നത് ഇതൊരു പക്ഷേ നിങ്ങളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട വ്യക്തിയോ പങ്കാളിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ഒരാളോ ആകാം. വെറുതെ ഒരു തമാശയ്ക്കല്ല ഇവർ നിരീക്ഷിക്കുന്നത്. വളരെ ഗൗരവമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഈ വ്യക്തിക്ക് ധാർമ്മിക മൂല്യങ്ങൾക്കും പാരമ്പര്യത്തിലും വലിയ വിശ്വാസമുണ്ട്. നിങ്ങൾ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു, നിങ്ങളുടെ സ്വഭാവശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അവർ ദൂരെ മാറി നിന്ന് നിരീക്ഷിക്കുകയാണ്. അവരുടെ ജീവിത രീതിക്കും മൂല്യങ്ങൾക്കും അനുയോജ്യമായ വ്യക്തിയാണോ നിങ്ങളെന്ന് അവർ ഉറപ്പുവരുത്തുകയാണ്. നിങ്ങളെ നിരീക്ഷിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു ദോഷവും വരാൻ ആഗ്രഹിക്കുന്നില്ല. പകരം നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഇവർ. ദ ഹെയറോഫന്റ് കാർഡ് വ്യക്തമാക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വെറും ഒരു താൽക്കാലിക താല്പര്യമല്ല എന്നാണ്. വളരെ ഗൗരവമുള്ള പവിത്രമായ അല്ലെങ്കിൽ പരമ്പരാഗതമായ ഒരു ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ അതൊരു വിവാഹബന്ധത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ഔദ്യോഗിക ആത്മീയ വഴിയിലേക്കോ നിങ്ങളെ നയിക്കാൻ പോകുന്ന ഒരാളാണിത്. അടുത്ത കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളെ നിരീക്ഷിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് യാദൃച്ഛികമല്ല. അത് വിധി നിശ്ചയിച്ചതാണ്. നിങ്ങൾ എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒരാളാണ് അവർ. ഇത്രയും നാൾ അവർ മാറി നിന്ന് നിരീക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമയം മാറി മറിയുകയാണ്. ദൂരെ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ആ പഴയ ഘട്ടം മാറി അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കടന്നു വരുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക. ആ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാം. നിങ്ങളുടെ മോശം സമയങ്ങൾ മാറി നല്ലൊരു കാലഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ചിലപ്പോൾ നിങ്ങളുടെ ഭൂതകാലത്ത് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പഴയ കണക്കുകൾ തീർക്കാനും ബന്ധം കൂടുതൽ ശക്തമാക്കാനും വിവിധ
ശക്തമാക്കാനും വിധി അവർക്ക് നൽകുന്ന രണ്ടാമത്തെ അവസരമാണിത്. വിധി നിങ്ങളെ അവർക്ക് മുന്നിൽ എത്തിക്കാൻ പോവുകയാണ്. ഈ നിരീക്ഷണം ഉടൻ തന്നെ ഒരു വലിയ കൂടിക്കാഴ്ചയായി മാറും. അത് നിങ്ങളുടെ ജീവിതത്തെ ഭാഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ പോവുകയല്ല അവർ. വളരെ കൃത്യമായ പ്രായോഗികമായ ഒരു സന്ദേശവുമായി അവർ ഉടൻ തന്നെ നിങ്ങളെ സമീപിക്കും. അതൊരു പക്ഷേ ഒരു ഫോൺ കോളോ മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു പ്രണയ ഓഫറോ ആകാം. അവർ നിങ്ങളിലേക്ക് വരാനുള്ള ആദ്യ പടി എടുത്തു കഴിഞ്ഞു. അവർ നിങ്ങളുടെ ഓരോ ചെറിയ ചലനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിങ്ങളെപ്പറ്റി വളരെ ആഴത്തിൽ പഠിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് യാതൊരുവിധ ദുരുദ്ദേശങ്ങളുമില്ല. 8 ഓഫ് വാണ്ട്സ് കൂടി റീഡിങ്ങിൽ എത്തുമ്പോൾ റീഡിംഗ് ആകെ മാറുകയാണ്. അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയും. ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് വളരെ വേഗത്തിലായിരിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവരിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരാളാകാം. നിങ്ങളെ കാണാനായി ദൂരയാത്ര ചെയ്തു വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള അതിവേഗ ബന്ധത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം വായുവിൽ പറന്നു പോകുന്നത് പോലെ പെട്ടെന്നില്ലാതാകും. കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ ദിശ ലഭിക്കുകയും ചെയ്യും. നമുക്ക് ബോട്ടം കിട്ടിയത് സ്ട്രെങ്ത് കാർഡാണ്. ഈ കാർഡ് റീഡിങ്ങിലേക്ക് എത്തുമ്പോൾ റീഡിങ് വളരെ ആഴമേറിയതും വൈകാരികമായ ഒരു മാജിക്കൽ ടച്ച് ലഭിക്കുകയാണ്. നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല അവരെ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ആന്തരിക കരുത്ത്, പ്രതിസന്ധികളെ നിങ്ങൾ നേരിടുന്ന രീതി, നിങ്ങളുടെ സ്വഭാവ മഹിമ എന്നിവയെല്ലാം അവർ വളരെ ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണുകയാണ്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും പുറത്തു കടക്കാനും ജീവിതത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാനും ഈ വ്യക്തിയുടെ വരവ് നിങ്ങളെ സഹായിക്കും. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.